ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഇതെങ്ങനെയാണ് ഒരു ഇൻഫെർട്ടൈൽ കപ്പിളിനെ ബാധിക്കുന്നത്, അതുപോലെ തന്നെ ഒബീസ് ആയിട്ടുള്ള ഒരു ലേഡി പ്രഗ്നൻ്റ് ആയാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് അവർക്ക് ഒബിസിറ്റി കാരണം പ്രഗ്നൻസിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഒബിസിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി അഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ ഫാറ്റ് ടിഷ്യൂ നമ്മുടെ ബോഡിയിൽ അധികമായി അടിഞ്ഞു കൂടുന്നതിനാണ് അങ്ങനെ ആ ടേം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ WHO ക്ലാസിഫിക്കേഷൻ പ്രകാരം പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഹൈറ്റും വെയ്റ്റും വെച്ച് BMI എന്നുള്ളൊരു പാരാമീറ്റർ യൂസ് ചെയ്താണ് ക്ലാസിഫിക്കേഷൻ ചെയ്തേക്കുന്നത്. ഇതിൽ ഒബിസിറ്റി എന്ന് പറയുന്നത് ഈ BMI 30 ആൻഡ് എബോവ് ഉള്ള കാറ്റഗറിയാണ്. അതിൽ തന്നെ സിവിയർ ഒബിസിറ്റി ഉണ്ട്, മോർബിഡ് ഒബിസിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറി ഓഫ് ഒബിസിറ്റി ആണെങ്കിലും നമുക്ക് അതിനെ കറക്റ്റ് ചെയ്തിട്ട് വേണം ഒരു ഇൻഫെർട്ടൈൽ കപ്പിളിനെ ഒരു ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകാൻ. അതുമല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒബിസിറ്റി കറക്ഷൻ വരുന്നതാണ്. ബേസിക്കലി ഫീമെയിൽസിനെ എടുക്കുമ്പോൾ ഒബീസ് ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ അവരുടെ എഗ്ഗിൻ്റെ ഫങ്ഷനും അതുപോലെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും കുറയാനുള്ള ചാൻസസ് ഉണ്ട്. ഒബിസിറ്റിയിൽ പല ഹോർമോൺസും, അതായത് ഈ റീപ്രൊഡക്റ്റീവ് ഫങ്ഷന് വേണ്ടിയിട്ടുള്ള ഹോർമോൺസിൻ്റെ ലെവൽസ് അബ്നോർമൽ ആയിരിക്കും. ഇത് കാരണമാണ് എഗ്ഗിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഫങ്ഷനും അതുപോലെ എഗ്ഗിൻ്റെ റിസർവും ഒക്കെ കുറയാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിൽസിനെ എടുക്കുമ്പോൾ ഒബീസ് ആയിട്ടുള്ളൊരു മെയിലിൽ ഇതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് കാരണം അവർക്ക് നേരെ രീതിയിലുള്ള സ്പേം പ്രൊഡക്ഷൻ നടക്കില്ല. അതുപോലെ തന്നെ ടെസ്റ്റിക്കുലർ ഫ്ലൂയിഡിൻ്റെ വോളിയം കുറയുക, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും അവർക്കുണ്ടാവും. പിന്നെ ഇങ്ങനത്തെ ഒബീസ് ആയിട്ടുള്ളൊരു കപ്പിളിനെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഐദർ വൺ ഓഫ് ദ പാർട്ട്ണർ ഇസ് ഒബീസ്, അവരുടെ സെക്ഷുവൽ ഫങ്ഷൻ അല്ലെങ്കിൽ സെക്ഷുവൽ ഡ്രൈവ്, ഡിസയർ ഇതെല്ലാം സബ് അഡിക്വേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ എല്ലാം കൂടെയാണ് ഇത് ഇൻഫെർട്ടിലിറ്റിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ഫീമെയിൽസിൻ്റെ കാര്യത്തിൽ PCOSനെ കുറിച്ച് പലർക്കും അറിയാം. അപ്പോൾ അതിൽ ഒബീസ് ആയിട്ടുള്ള PCO ആണെങ്കിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വെയ്റ്റ് റിഡക്ഷൻ തന്നെയാണ്. ബാക്കി PCOക്ക് വേണ്ടി കൊടുക്കുന്ന ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ് അങ്ങനെ പല ടാബ്ലറ്റ്സും ഉണ്ടെങ്കിലും അവരൊരു ഒബീസ് ലേഡി ആണെങ്കിൽ ഹർ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ഇസ് വെയ്റ്റ് റിഡക്ഷൻ. അപ്പോൾ ഇതാണ് ഇൻഫെർട്ടിലിറ്റി, ഇങ്ങനെയൊക്കെയാണ് ഒബിസിറ്റി ഉണ്ടാക്കുന്നത്. ഇനി സപ്പോസ് ഒബീസ് ആയിട്ടുള്ള ഒരു ലേഡി പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അവർക്ക് പ്രഗ്നൻസിയിൽ പല കോംപ്ലിക്കേഷൻസും ഒബിസിറ്റി കാരണം തന്നെ സംഭവിക്കാം. ഇതിൽ ഫസ്റ്റ് 3 മാസം ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ മിസ്കാരേജ് റേറ്റ് വളരെ കൂടുതലാണ് ഈ സ്ത്രീകളിൽ. പിന്നെ പ്രഗ്നൻസി കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ്, അതായത് പ്രഗ്നൻസിയിൽ വരുന്ന ഡയബറ്റിസ്, ഇതിൻ്റെ ഇൻസിഡൻസും കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ബാക്കി പ്രീ എക്ലാംസിയ, അതായത് BP വരിക, അതുപോലെ തന്നെ വീനസ് ത്രോംബോ എംബോളിസം, കാലുകളിൽ വെയിൻസിൽ ബ്ലഡ് ക്ലോട്ട് ആവുക, ഇങ്ങനത്തെ റിസ്കുകളും ഒബീസ് ആയിട്ടുള്ള പ്രഗ്നൻറ്റ് ലേഡീസിൽ കൂടുതൽ കാണപ്പെടുന്നു. ഇനി ഫൈനലി അവർ ഡെലിവറി സമയത്ത് അവരുടെ നോർമൽ ഡെലിവറി ആവാനുള്ള സാധ്യത ഒബീസ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് കുറവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് ഓപ്പറേറ്റീവ് ഡെലിവറി അല്ലെങ്കിൽ C-സെക്ഷനിലോട്ട് പോകേണ്ടി വരും. ഇങ്ങനെ പോസ്റ്റ് C-സെക്ഷൻ വൂണ്ട് ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക്കും ഇങ്ങനത്തെ സ്ത്രീകളിൽ കൂടുതലാണ്. അപ്പം ഡെഫിനറ്റ്ലി ഒബീസിറ്റി ഒരു ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പം ഈ മോർബിഡ് ഒബിസിറ്റി കാറ്റഗറി എന്ന് പറയും, അതായത് BMI 40 ആൻഡ് എബോവ് ആണെങ്കിൽ അത് സർജിക്കൽ കറക്ഷനെങ്കിലും ചെയ്ത് കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ പല ഇൻഫെർട്ടിലിറ്റി മാത്രമല്ല എല്ലാ രീതിയിലും നിങ്ങളുടെ ലൈഫ് ക്വാളിറ്റി കുറയ്ക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഇത് കൊണ്ടുപോകും.